നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ലൈഫ് ഇൻഷുറൻസ് എടുക്കാത്തവർക്കുള്ള ഒരു വാണിംഗാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നും, എന്തിനാ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാതെ ജീവിക്കണമെന്നില്ല. ഒരു കാറിന് ബ്രേക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണ്, ബ്രേക്ക് ഇല്ലാത്ത ഒരു കാർ, അതിന്റെ അവസ്ഥ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് കവറേജ് ഇല്ലാതെ പോകുന്നത്. ലൈഫ് കവറേജ് ഇല്ലാത്തതിന് ഈ വീഡിയോ ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു 5 പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സ്പൗസ്, കുട്ടികൾ, പാരന്റ്സ് ഇവരാരെങ്കിലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് കവറേജ് എടുത്തിരിക്കണം. കാരണം നാളെ നിങ്ങളുടെ ഇൻകം ഇല്ലാതെയായാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ ബാക്കിയുള്ള ജീവിതം എന്തായിരിക്കും? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫീസ്, അല്ലെങ്കിൽ ജീവിത ചെലവുകൾ, പാരന്റ്സിന്റെ ജീവിത ചെലവ്, ഇതെല്ലാം തന്നെ അപകടത്തിലാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഒരു കാർ ലോൺ, പേഴ്സണൽ ലോൺ, ഹോം ലോൺ, അങ്ങനെയുള്ള ലോണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോണിന്റെ ബർഡൻ നിങ്ങളുടെ വൈഫിന്റെയും കുട്ടികളുടെയും തലയിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളും വൈഫും ഈ എല്ലാ ബർഡനും കൂടി തലയിലേക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? യാതൊരു ഇൻകവും ഇല്ലാതെ ഈ ലോൺ ഇത്തരം ഒരു ബർഡനും കണ്ട് എങ്ങനെ അവരെ ഓവർകം ചെയ്യുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന്? തീർച്ചയായിട്ടും ഇങ്ങനെ വലിയ വലിയ ബർഡൻസ്, റെസ്പോൺസിബിലിറ്റി ഉള്ളവർ തീർച്ചയായിട്ടും ലൈഫ് കവറേജ് എടുത്തിരിക്കണം. അതല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതെല്ലാം തന്നെ പിന്നെ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഭാരം ചുമക്കേണ്ടത് നിങ്ങളുടെ ഫാമിലി തന്നെയായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമുക്ക് സേവിങ്സ് ഉണ്ട്, എനിക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ എന്തിനു വേറെ ഒരു കവറേജ് എന്ന് ചോദിക്കുന്നവരാണ്. ഒരു 10 ലക്ഷം രൂപയുടെ FD മതിയാകുമോ ഒരു കോടിയുടെ ഒരു കവറേജിന് എതിരെ? ഒരിക്കലും ഇല്ലല്ലേ. ഒരു 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ FD ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈഫ് കവറേജ് എടുക്കാതെ ഇരിക്കുന്നത് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു കോടിയുടെ എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇല്ലാതെയാവുന്നത്. ഈ ഒരു 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ ആ ഒരു കോടിയുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സേവിങ്സ് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് കവറേജ് കൂടി എടുക്കുന്നതാണ് ജീവിതത്തിന്റെ ഒരു കോംബോ പ്ലാൻ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, നമ്മൾ ഇല്ലാതെയായാൽ നമ്മുടെ കുടുംബത്തിന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബർഡൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഷോക്ക് അവർക്ക് ഉണ്ടാകും. ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ ഷോക്ക് കൂടെ കൊടുത്താലും നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബാധ്യതകളും ഇനി അവരാണ് തിരുത്തേണ്ടത്, അല്ലെങ്കിൽ അവരാണ് നികത്തേണ്ടത് എന്ന് വന്നാൽ ഇമോഷണൽ ഷോക്കിനോടൊപ്പം തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ ഷോക്ക് കൂടെയാവും അല്ലെ. ഇമോഷണൽ ഷോക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും, അത് കാലം മാറ്റി. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഷോക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ ഒരിക്കലും സാധിക്കില്ല. അത് അവരെ വലിയ വലിയ ആഴത്തിലുള്ള അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളായിട്ട് അതിനൊരു ഇടവരുത്തുക. തീർച്ചയായിട്ടും ഒരു ലൈഫ് കവറേജ് എടുക്കുക. നമ്മളുടെ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ ഷോക്ക് കൊടുക്കാതെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക. അഞ്ചാമത്തെ പോയിന്റ്, സാധാരണ രീതിയിൽ ആളുകൾ ലൈഫ് കവറേജ് എടുക്കാതിരിക്കുന്നതിന് 3 കാരണങ്ങളാണ് പറയാറ്. ഒന്ന്, ഇപ്പോൾ പ്രീമിയം അടയ്ക്കാനുള്ള പൈസ ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഞാൻ ജീവിച്ചില്ലേ, ഇനിയും അങ്ങോട്ട് ഞാൻ ജീവിക്കും, എനിക്കിതിന്റെ ആവശ്യമില്ല എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് സമയമില്ല. ഈ എക്സ്ക്യൂസുകൾ ഒന്നും തന്നെ നാളെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ വിലപ്പോകുന്നു. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്ക്യൂസും അവിടെ ഒന്നിനും പരിഹാരമാകില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരെ ഒരു ഫിനാൻഷ്യൽ കയത്തിലേക്ക് തള്ളിവിടാതെ, ഒരു സ്ട്രഗിളിലേക്ക് തള്ളിവിടാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് കവറേജ് എടുത്ത് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ സന്തോഷത്തിന്, അവരുടെ ജീവിതത്തിന്, അവരുടെ സമാധാനത്തിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക.
ജീവിതം ഒരു അൺസർട്ടനിറ്റിയാണ്. അതിനെ ഒരു ലൈഫ് കവറേജ് കൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഫാമിലിക്ക് നൽകുക, ഒരു കവചം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി തീർക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. താഴെ ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കാം. ഇതൊന്ന് ചെക്ക് ചെയ്യുക, അതിന് വേണ്ട നടപടി എടുക്കുക. ഒന്നാമത്തത്, എനിക്ക് എത്ര കവറേജ് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏത് പ്ലാനാണ് എടുക്കേണ്ടത് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഇതിന് ഒരു സഹായം ആവശ്യമാണോ എന്നുള്ളത്. ഈ 3 ചെക്ക് ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക, ഐ നീഡ് ലൈഫ് കവർ എന്ന്. ഞങ്ങളുടെ ഇവിടെ സഹായത്തിന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേണ്ട കവറേജ് എടുക്കാം. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ മറ്റൊരു കുടുംബത്തിന് ഒരു തണലായി മാറും, ഒരു പ്രൊട്ടക്ഷനായി മാറും. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.